ആ ഇതാ പെൺകുട്ടിയെ കൂടെ കൊണ്ടു പിടിക്കുക. വരട്ടെ സാർ. ഈ കൊച്ചിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പലവട്ടം മറ്റോട് ചോദിച്ചതാ. ഞാനാണ് ഇത് പറഞ്ഞ് ശരിയാക്കിയത്. ഇതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ശരിയാക്കി തരാം. ഇതാണ് അമ്മ പറഞ്ഞ പരസ്യം. ഇതാണ് അമ്മ പറഞ്ഞ എന്റെ ഭാവി. ഇനി എത്ര പേരും കൂടി വരും? അമ്മയോട് ക്ഷമിക്കും മോളെ. മിണ്ടരുത് അമ്മ, ഗംഗയോട് മിണ്ടരുത്. നമുക്ക് ജീവിക്കണ്ടേ? പോടുന്നു പള്ളി പോയി പറഞ്ഞാ മതി. അമ്മ അറിഞ്ഞാലേ കൊല്ലും. രാത്രി ഇതേപോലെ ഇടിയും മിന്നലും, ട്രെയിനിന്റെ പൂവ്, ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ ദേഹം നിറയ്ക്കും. അച്ഛാമ്മയൊന്നും ഓർക്കുന്നില്ലേ? അതൊക്കെ മറക്കാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇന്നും ഈ മേൽക്കൂരയ്ക്ക് കീഴെ കഴിയണത്. അല്ലെങ്കിൽ എന്നോ എൻ്റെ കൊച്ചിനെയും കൊണ്ട് പാട് നോക്കി പോയനെ. തുടങ്ങി. കയ്യിലുള്ള കാശും കളഞ്ഞ് കൊള്ളും വാങ്ങിച്ചു കൊടുത്ത് ഇയാളുടെ കരച്ചിലും കാണണമല്ലോ. മാതാവേ, നിനക്കിതൊക്കെ പറയാടി. കാരണം നിന്റെ മോക്ക് എലിസബത്തിന് പേരും പ്രശസ്തിയും കൈ നിറയെ പണവും ഉണ്ട്. എന്റെ മോക്കോ, ഡയാനയ്ക്കോ? ഓ, ആണ്ടഴിച്ചു. മനുഷ്യ, നിങ്ങളുടെ ആദ്യ ഭാര്യ മരിച്ച് ഒരു പെൺകുഞ്ഞു മുഴുകുടിയുമായി നടന്നിരുന്ന കാലത്താണ് ചാവാൻ നടന്ന എന്നെയും കൊച്ചിനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയത്. കെട്ടിയനും ചത്ത് ഒരു പെൺകുഞ്ഞുമായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിൽക്കുമായിരുന്നു ഞാനും. എന്നെ നിങ്ങൾ രണ്ടാം കെട്ട് കെട്ടി രക്ഷപ്പെട്ടെന്ന് ഞാനും കരുതി. എന്നിട്ടോ ഒരു നെല്ലിട മാറിയോ? പഴയതിലും കൂടുതലായി കള്ളും കുടിച്ച് എല്ലാം നശിപ്പിച്ചു. വിറ്റ് തുളച്ചു ഒക്കെ. കാശിന് വരുമാനമില്ലാത്ത നിങ്ങളെ കളഞ്ഞിട്ട് ഞാൻ പോയോ? നിങ്ങൾക്കും നിങ്ങളുടെ മോക്കും തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ ഞാനല്ലേ തരണത്. എന്നിട്ട് അതാണല്ലോ എൻ്റെ കുറ്റം ഇപ്പോ. ഇതിനു പുറമെ ഡെയിലി നിങ്ങൾക്ക് 100-300 രൂപയുടെ കള്ളും. മനുഷ്യ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവര് രണ്ടുപേരും, ഡയാനയും ലിസയും, ഒരമ്മ പെറ്റ മക്കളെ പോലെയാ. ഭയങ്കര സ്നേഹത്തിലാ. എന്റെ ലിസ ഡയാനെ ചേച്ചിന്ന് വിളിക്കണ കേട്ടിട്ടില്ലേ? രണ്ടമ്മയുടെ രണ്ടച്ഛൻ്റെ മക്കളാണെന്ന് തോന്നുമോ? നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടേക്കല്ലേ. എനിക്ക് ഡയാന ഞാൻ പെറ്റ കുട്ടിയെ പോലെ തന്നെയാ. പിന്നെ പേരും പണവും പ്രശസ്തിയും അതൊക്കെ ഓരോരുത്തരുടെ തലവിധി. ഡയനെ കൊള്ളാവുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ അച്ഛനെ? അതിനൊക്കെ മൂക്കില് പല്ലൊന്നും മുളച്ചില്ലല്ലോ. വന്ന് കിടക്കാൻ നോക്കു മനുഷ്യ. അയ്യോ, വേദന. നിങ്ങളുടെ കൂടെ കൂടുതലൊരു ഗുണമുണ്ടായി. ഈ വിഷം കുടിക്കാൻ പഠിച്ചു. ഇപ്പൊ ഇതില്ലാണ്ട് ഉറങ്ങാൻ പറ്റാണ്ടായി. വന്ന് കിടക്ക് ജോസഫേ. നീയായിരുന്നു ചേച്ചി? പിന്നെ വിളിക്കാമേ. എന്താണ് ഇതില്? എന്നെ കാണുമ്പോ ഇതെന്തിനാ അടക്കണേ? അതൊന്നും എന്റെ പൂച്ചക്കുട്ടി ചേച്ചിക്ക് കാണാൻ കൊള്ളാവുന്നതല്ല. ഇതൊന്നും നല്ലതല്ല ലിസ. സാധാ നേരെ ഒരു ഫോണ് കാതില്. വല്ല രോഗവും വരും നിനക്ക്. എന്താടി ഇതൊക്കെ യൂസ് ചെയ്യാത്ത ആരാടി ചേച്ചി ഇപ്പം? ചേച്ചി അല്ലാതെ രോഗം വരുവാണെങ്കിൽ എല്ലാവർക്കും വരില്ലേ? നാട്ടോടെ വന്ന നായ്ക്കെന്ത് ഛേദം എന്നൊരു ചൊല്ലുണ്ട്. അതെ, മേക്കപ്പ് മാൻ കുമാർജി പറഞ്ഞു ഈയിടെയായിട്ട് എൻ്റെ വയറിത്തിരി കൂടിയിട്ടുണ്ടെന്ന്. സത്യമാണോ? വയറ് കൂടിയിട്ടുണ്ടോ?
ഈ കണ്ട മേക്കപ്പ് മാൻമാർക്കൊക്കെ എന്തിനാ നിന്റെ വയറ് കാണിച്ചു കൊടുക്കുന്നത്? എന്റെ മന്ദബുദ്ധി ചേച്ചി, ഒരു മോഡലിന് ഒന്നും ഒളിപ്പിക്കാൻ പറ്റില്ല. ഒരു മോഡലിന്റെ ശരീരം രാഷ്ട്രത്തിന് സമർപ്പിക്കാനുള്ളതാണെന്നാ അച്ചായൻ പറയാറ്. ഇത് പറ, എന്റെ വയറ് കൂടിയോ? പെൺകുട്ടികൾക്ക് ഇത്ര വയറൊക്കെ വേണ്ടേ? എന്റെ ബുദ്ധൂസേ, ഒരു മോഡലുകളുടെ ദേഹത്ത് ആവശ്യമില്ലാത്ത 1 ഗ്രാം മാംസം പോലും കാണാൻ പാടില്ല. എയറോബിക്കും ഡയറ്റും ഒക്കെ വീണ്ടും തുടങ്ങണം. ചേച്ചി പോയി കിടന്നോ. ചേച്ചി, രാവിലെ എണീക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ. യോഗ തുടങ്ങണം. നമസ്കാരം വാര്യർജി. എന്താ യുവരാജക്കന്മാരെ ഒരു നിഗൂഢത? എന്നെ തല്ലിക്കൊല്ലാൻ വല്ല പ്ലാനുണ്ടോ? വാര്യർ സാറേ, ചില രഹസ്യങ്ങളുണ്ട്. സാറിന്റെ വകുപ്പ് മന്ത്രി ഇവന്റെ പിതാശ്രീ അറിയരുത്. മിനിസ്റ്റർ അറിയേണ്ടാത്ത കാര്യമാണെങ്കിൽ നമ്മളെന്തിനാ അദ്ദേഹത്തെ അറിയിക്കുന്നത്? ഈ വാര്യർ സാറിനെ ഞാൻ കടിച്ചു കൊല്ലും. സാറ് വാ, ചിലത് പറയാനുണ്ട്. അതെ വാര്യർ സാറേ, താൻ ഫോണിൽ കൂടി പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. സ്ത്രീ വിഷയം അതല്ലെങ്കിലും നടക്കും. പക്ഷേ കമ്മീഷൻ 25%, അതിൽ മാറ്റമില്ല. അത് ഞാൻ അച്ചായൻ്റെ വാങ്ങിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ തരും. നീ എന്താ പെണ്ണിന്റെ പേര് പറഞ്ഞത്? ലിസ. ഒരു പെണ്ണ. വരാൻ പറ. നല്ല കലക്കം വീടാണല്ലോടേ. അതുപോലെ തന്നെ നല്ല കലക്കം വാടകയാ. തന്നെ. നമസ്കാരം സാർ. ലിസയുടെ അച്ഛനാ ജോസഫ് സാറ്. ഞാൻ സാധാരണ അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരാണല്ലോ സ്ഥിരമായിട്ട് സ്റ്റുഡിയോയിൽ വരാറുള്ളത്. ഞാൻ ക്യാമറമാനാ. പിന്നെ സാധാരണ ഞാൻ ഈ നടികളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാറില്ല. കണ്ടവനെ നിർബന്ധിച്ച് കളഞ്ഞ്. മോളെ സ്റ്റുഡിയോ കാറ് വന്നു. ആ മധുചേട്ടനോ? മണിസാറും ഉണ്ടല്ലോ. എന്താ മധുചേട്ടാ? പെട്ടെന്ന് സ്റ്റുഡിയോയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിന് അച്ഛനും ഗുരുജി ഒന്നും പറഞ്ഞില്ലല്ലോ. എപ്പോഴെങ്കിലും ഫോണൊന്ന് ഫ്രീ ആയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. 100 വട്ടം അവര് വിളിച്ചു. ഞാനാണെങ്കിൽ 1000 വട്ടം വിളിച്ച്. ഈ കൊച്ചാണെങ്കിൽ കൊച്ചെന്ന് പറയാൻ ഈ അച്ഛ ഈ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയുടെ ഫോൺ എപ്പോ നോക്കിയാലും എൻഗേജിലാണല്ലോ. എന്തൊരു കാര്യം പറ മധുചേട്ടാ. മോളെ ഒരു ഗവൺമെന്റ് ഓഫർ കിട്ടിയിട്ടുണ്ട്. ഹാൻഡ്ലൂമാണ്. ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്റെ ഫുൾ പ്രൊഫൈൽ സ്റ്റുഡിയോയിൽ സിസ്റ്റത്തിലുണ്ടല്ലോ മനസ്സാറേ. വലിയ കോൺട്രാക്റ്റാ. അവർക്ക് ഒന്ന് കാണണമെന്ന്. വരാൻ പറ്റൂല്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ചതിക്കല്ലേ സാറേ? നിങ്ങൾ കയറിയിരിക്കും, ഞാൻ അമ്മയെ വിളിക്കാം. ചേച്ചി ഇത്തിരി ചായ. കുടിക്കാനൊന്നും വേണ്ട, ഇയാളൊന്ന് പെട്ടെന്ന് ഒരുങ്ങിട്ട് വാ. വെള്ളമാണല്ലേ. അമ്മ 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 നോക്ക് ചേച്ചി, ഇപ്പൊ പകലും തുടങ്ങിയിരിക്കാം. അമ്മേ അമ്മേ, എന്താടി കിടന്ന് നിലവിളിക്കുന്നേ? നിന്റെ രണ്ടിനെ പപ്പയത്തോ? എന്റെ അമ്മേ, മുമ്പ് നിങ്ങൾ രണ്ടാളും സന്ധ്യ കഴിഞ്ഞേ തുടങ്ങിയിരുന്നുള്ളൂ. ഇപ്പൊ പകലും. ഞങ്ങളെ 2 പെൺകുട്ടികൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ എങ്ങോട്ടും പോകണ്ടല്ലോടി മക്കളെ. അമ്മച്ചിക്ക് രാത്രി ഉറക്കമില്ല, അതാ. അമ്മ ദേ സ്റ്റുഡിയോ ഒന്ന് മധുചേട്ടൻ വന്നിരിക്കുന്നു. ആ എലുമ്പൻ എന്തിന്റെ കേടാടി? എന്റെ അമ്മ ഒരു വലിയ പ്രൊജക്റ്റ് ആണ്. അയാൾക്ക് വരണ മുമ്പ് ഒന്ന് വിളിച്ചൂടെ? അമ്മയുടെ ഫോൺ എവിടെ? ഓ ഫോൺ, എന്റെ ഫോൺ ഇവിടെ ഞാൻ ഫോൺ എവിടെ? ആഹാ എന്റെ ഫോൺ. അയ്യോ മക്കളെ, ചാർജ് ഇല്ല. എന്റെ ഫോൺ ബാറ്ററി ഓഫ്.
അമ്മ ഇറങ്ങ, നമുക്കൊന്ന് സ്റ്റുഡിയോ വരെ പോകാം. ഏയ് ഈ രാത്രിയിലോ? അമ്മേ ഇത് രാത്രിയല്ല, പകലാ. 3 മണിയായി. വാട്ട്? പകലോ? അമ്മേ നീ പോയി ഡ്രസ് ചെയ്. ഡ്രസ് ചെയ്തിട്ട് പോയി ഡ്രസ് മാറടി, എന്നെ പഠിപ്പിക്കല്ലേ. ശ്ശേ. അമ്മേ ഈ അവസ്ഥയിൽ അവരെന്ത് വിചാരിക്കും? ഇന്നിങ്ങനെ പോകേണ്ടി വരുന്ന അമ്മച്ചി അറിഞ്ഞില്ല മക്കളെ. ഒരു കാര്യം ചെയ്യും, ഇന്ന് മക്കളും കൂടെ അനിയത്തിക്ക് കൂട്ടുപോ. ഞാനോ? ആ, ഈ കണ്ടീഷനിൽ അമ്മ പോണേലേക്കാളും നല്ലതല്ലേ മക്കൾ അനിയത്തിക്ക് കൂട്ടുപോകുന്നത്. പക്ഷേ കയ്യകലത്തിനപ്പുറത്തേക്ക് വിടരുത്, കണ്ണെടുത്തിനടുത്ത് തന്നെ നിർത്തണം. മക്കളെ പോലെ അല്ല, അവള് കുറച്ച് ഇളക്കക്കാരിയാ. പ്രായം അതല്ലേ. ഞാൻ മതിയോ അമ്മേ? ആ പിന്നെ നീ മതി, നിനക്ക് 2 വയസ്സ് മൂപ്പില്ലേ. നീ മതി. ഗുഡ് നൈറ്റ്.